സഹപരിശീലകനായി ബാസ്കോ FC-യിലൂടെ കഴിവ് തെളിയിച്ച വാഹിദ് സാലിക്ക് സീനിയർ ടീമിന്റെ ഉത്തരവാദിത്തം ലഭിച്ചപ്പോൾ ഗോകുലം കേരളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 10 ടീമടങ്ങിയ ആ ഗ്രൂപ്പിന്റെ 1ാം സ്ഥാനവും നേടി. നിഷ്പക്ഷമായി ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ വാഹിദിന്റെ ചുണക്കുട്ടികൾ 34 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് എത്തിച്ചു. അടുത്ത ഉത്തരവാദിത്തം കോഴിക്കോടിന്റെ ഒളിമ്പിക് ടീമിന്റേതായിരുന്നു. അവിടെയും കിരീടം ചൂടി വാഹിദിന്റെ കുട്ടികൾ. അതിനുശേഷം ഗോകുലം കേരളയുടെ റിസർവ് ടീമിനൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് താമരശ്ശേരി ചുരം കയറാനുള്ള വിളി വന്നത്. തൊട്ടടുത്ത വർഷം ചരിത്രത്തിൽ ആദ്യമായി വയനാടിന്റെ അണ്ടർ-20 ടീം കിരീടമുയർത്തി. അണ്ടർ-20 സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കരുത്തുറ്റ പ്രതിരോധം മാത്രമായിരുന്നില്ല ഈ ടീമിന്റെ മുഖമുദ്ര. റിസർവ് ഗോൾ കീപ്പർ അടക്കം 20 കളിക്കാരെയും പരീക്ഷിച്ചു കോച്ച് വാഹിദിന്റെ മാനേജ്മെന്റ് സ്കില്ലും മാനേജ്മെന്റ് സ്കില്ലും അവിടെ കാണാനായി. എതിരാളികളുടെ ശക്തി കേന്ദ്രങ്ങൾ മനസ്സിലാക്കി അവിടെ കയറി കളിച്ചപ്പോൾ തന്നെ ആശയക്കുഴപ്പമുണ്ടായി. കോച്ച് പകുതി കളി അവിടെ വിജയിക്കുകയും ചെയ്തു. വാഹിദ് സാലി എന്ന പരിശീലകൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്ത്രങ്ങൾക്ക് മറുതന്ത്രങ്ങൾ മെനഞ്ഞു, മാനേജ്മെന്റ് സ്കിൽ പുറത്തെടുത്തു, നിഷ്പക്ഷമായി ടീമിനെ തെരഞ്ഞെടുത്തു. ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.